ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എ ഹിന്ദി മേഡിസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഗയുടെ കഹാനിയായിട്ടുള്ള ദാരോഗ അമിചന്ദാണ്. ദാരോഗ അമിചന്ദ് എന്ന കഹാനി ജയിൽ ജീവിതത്തിൻ്റെ കഥയാണ്. ഇതിലെ ആക്ഷേപഹാസ്യം അഗയുടെ മറ്റൊരു കഥയിലും കാണുന്നില്ല. പഞ്ചാബിലെ ഏറ്റവും വലിയ ജയിലാണ് ഹസാര ജയിൽ. ഒരു ഒത്തുതീർപ്പിനുള്ള ഉപാധിയായി അവിടുത്തെ അകാലികൾ ദാരോഗ അമിചന്ദിൻ്റെ മീശ താഴ്ത്തിക്കുന്നു. ആ ഒരു ചെറിയ കാര്യത്തിന് ദാരോഗ അമിചന്ദ് എങ്ങനെ ശാന്തനാകുന്നു എന്നാണ് ഈ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. വർഷം 1934 ആയിരുന്നു. രാജ്യത്ത് എല്ലായിടത്തെയുള്ള ജയിലുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഹസാരയിലെ പുതിയ ഇൻസ്പെക്ടർ സാഹബ് ഒരു 1-ാം നമ്പർ സേനാധിപതി എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു. അടക്ക് ജയിലിലെ മുൻ സൈനിക നിയമ തടവുകാർക്കെതിരെ അയാൾ ചെയ്ത അതിക്രൂരതകൾ പഞ്ചാബിലെ എല്ലാ ജയിലുകളിലുള്ള ആളുകൾക്കും അറിയാമായിരുന്നു. ഇപ്പോൾ അയാൾ ഇൻസ്പെക്ടറിൽ നിന്നും ഡെപ്യൂട്ടി സാഹബായി റായി സാഹബ് എന്ന സ്ഥാനപ്പേര് നേടി. അയാളുടെ മുഖം വളരെ ഭയാനകമാണ്. സാധാരണ തടവുകാർ അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ വിറയ്ക്കും. ആരെങ്കിലും അയാളെ സൂക്ഷിച്ചു നോക്കിയാൽ ആ നോക്കുന്നവർ ബോധം കെട്ട് വീഴും. അമിചന്ദ് ശരാശരി ശരീരഘടനയുള്ളവനായിരുന്നു. ഇടത്തരം ഉയരം. അയാളുടെ നടത്തത്തിൽ ഭംഗിയും ചടുലതയും ഉണ്ടായിരുന്നു. അമിചന്ദ് ഖാത്രി ജാതിയിൽ പെട്ടവനായിരുന്നു. അയാളുടെ മീശ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുമായിരുന്നു. ഒരു ദിവസം അകാലികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാലിൽ കല്ലുകൾ കണ്ടെത്തി. അമിചന്ദ് ഇത് വന്ന് തിരക്കിയാൽ മാത്രമേ അവരിനി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. തങ്ങളുടെ പരാതികളോ ആവശ്യങ്ങളോ പരിഹരിക്കപ്പെടുന്നതുവരെ ജയിൽ അച്ചടക്കം പാലിക്കില്ലെന്ന് അകാലികൾ പറഞ്ഞു. അമിചന്ദും പിന്മാറിയില്ല. അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അകാലികൾക്ക് ശിക്ഷ ലഭിക്കാൻ തുടങ്ങി. ജയിലിന് പുറത്ത് ഈ വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. പിന്നീട് ആളുകൾ അയാളെ അമിചന്ദിന് പകരം ഹസാരവാല എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതിൽ അയാൾക്ക് സന്തോഷമുണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ടും തടവുകാരുടെ കലാപം അടിച്ചമർത്താൻ അമിചന്ദിന് പോലും കഴിഞ്ഞില്ല. അയാൾ തൻ്റെ ജോലിയിൽ അലസത കാണിക്കാൻ തുടങ്ങിയിരുന്നു. ഇൻസ്പെക്ടർ ജനറൽ ഉടൻ തന്നെ ജയിൽ പരിശോധനയ്ക്കായി സന്ദർശിക്കാൻ തീരുമാനിക്കുകയും ജയിലർമാരെ അറിയിക്കുകയും ചെയ്തു. ഇൻസ്പെക്ടർ ഈ കാര്യം എഴുത്തുകാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മറച്ചുവെച്ചു. കലാപം അടിച്ചമർത്തിയെന്ന് IG എത്തിയാലുടൻ അറിയിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ അധികാരം IGക്ക് നേരിട്ട് അനുഭവപ്പെടുമെന്ന് ഇൻസ്പെക്ടർ കരുതിയിരുന്നു. എന്നാൽ അതിന് കഴിഞ്ഞില്ല. അകാലികൾക്കെതിരെ അയാൾ നിരവധി അതിക്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. രാവിലെ ഒരു പരേഡ് ഉണ്ടാകുമെന്നും ഡെപ്യൂട്ടി സാഹബ് അകാലികളുടെ വാർഡ് സന്ദർശിക്കാൻ ചെല്ലുമെന്ന് പ്രഖ്യാപിച്ചു. തങ്ങളുടെ അവകാശം നിറവേറ്റണമെന്ന് അകാലികൾ പറഞ്ഞു. 5 പേരടങ്ങുന്ന ഒരു സംഘത്തെ ഓഫീസിലേക്ക് അയക്കാൻ ഉത്തരവിട്ട ശേഷം അമിചന്ദ് പോയി. അതിലെ ഒരു വൃദ്ധൻ പറഞ്ഞു, ഇൻസ്പെക്ടറായി ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ അയാൾ ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. അയാൾ ഒരിക്കൽ മാത്രം ഞങ്ങളുടെ മുന്നിൽ മീശ താഴ്ത്തണം. അപ്പോൾ ഞങ്ങൾ എല്ലാ നിയമങ്ങളും അംഗീകരിക്കും. പക്ഷേ ചില അകാലികൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അഭയം തേടിയ ശത്രുവിനെ അടിച്ചമർത്തുന്നത് ശരിയല്ല. അമിചന്ദ് അവർ പറഞ്ഞ പോലെ മീശ താഴ്ത്താമെന്ന അഭ്യർത്ഥന പരിഗണിച്ചു. പിറ്റേന്ന് അതിരാവിലെ അമിചന്ദ് അകാലികൾ കിടക്കുന്ന സെല്ലിലേക്ക് ചെന്നു. എന്നിട്ട് മീശ താഴ്ത്തി. എന്നാൽ തിരിച്ചു പോയപ്പോൾ മീശ പിരിച്ചുകൊണ്ടാണ് പോയത്. അയാളുടെ മനസ്സിൽ അയാൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നി. 3 ദിവസത്തിനുള്ളിൽ IG വന്ന് ജയിലിൽ പൂർണ്ണ സമാധാനം കണ്ടെത്തുമെന്ന് അമിചന്ദ് സ്വപ്നം കണ്ടു. പിറ്റേന്ന് IGയുടെ സന്ദർശനം പ്രഖ്യാപിച്ചു. റായി സാഹബ് അമിചന്ദ് ക്യൂവിലേക്ക് നോക്കി കടന്നു പോയപ്പോൾ പെട്ടെന്നൊരാൾ കൈ ഉയർത്തി മൂക്കിൻ്റെ ഇരുവശത്തും തള്ളവിരൽ വെച്ച് ഗോഷ്ടി കാണിച്ചു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. മറ്റൊരിടത്തും മറ്റൊരു തടവുകാരൻ അങ്ങനെ ചെയ്തു. അമിചന്ദ് ദേഷിച്ച് അവിടെ നിന്നും പോയി. 3-ാം ദിവസം IG എത്തി. പരേഡിൻ്റെ തൊട്ടു മുന്നിലൂടെ കടന്നു പോയപ്പോൾ നിരവധി തടവുകാർ ഒരേ സമയം വിയർപ്പ് തുടച്ചു. IG പോയതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ അമിചന്ദിന് സ്ഥലം മാറാനുള്ള ഉത്തരവ് കിട്ടി. അയാളെ മുൾട്ടാനിലേക്ക് അയച്ചു. അകാലികളുടെ മുന്നിൽ മീശ താഴ്ത്തിയ വാർത്ത എല്ലാവരും അറിഞ്ഞു. അയാളോടുള്ള പേടി പോയി. ആരും വിലവെക്കാതായി. അതിനാൽ അയാൾ ജോലി രാജിവെക്കുകയും ചെയ്തു.